ശ്രീ പരമഹംസ യോഗാനന്ദയുടെ ഒരു യോഗിയുടെ ആത്മകഥയിലെ 30-ാമത്തെ അധ്യായം ദിവ്യാത്ഭുതങ്ങളുടെ നിയമം. എല്ലാവർക്കും നമസ്കാരം. 3 താപസന്മാർ എന്ന രസകരമായ ഒരു നാടോടിക്കഥ മഹാനായ നോവലിസ്റ്റ് ലിയോ ടോൾസ്റ്റോയ് എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സ്നേഹിതൻ നിക്കോളസ് റോറിച്ച് അത് ഇങ്ങനെ സംഗ്രഹിച്ചു: ഒരു ദ്വീപിൽ 3 വൃദ്ധ തപോധനന്മാർ താമസിച്ചിരുന്നു. അത്ര ശുദ്ധഗതിക്കാരായിരുന്നതുകൊണ്ട് അവരുടെ ഒരേ ഒരു പ്രാർത്ഥന ഇതായിരുന്നു: ഞങ്ങൾ 3 പേരുണ്ട്, അവിടുന്ന് 3 ഞങ്ങളിൽ കനിവുണ്ടാകണമേ. ഈ നിഷ്കളങ്കമായ പ്രാർത്ഥനയുടെ വേളയിൽ ദിവ്യാത്ഭുതങ്ങൾ ഉണ്ടായി. അന്നാട്ടിലെ ബിഷപ്പ് ഈ 3 താപസന്മാരെയും അവരുടെ അനുവദനീയമല്ലാത്ത പ്രാർത്ഥനയെയും പറ്റി കേൾക്കാനിടയായി. വേദപുസ്തകമനുസരിച്ചുള്ള പ്രാർത്ഥനകൾ പഠിപ്പിക്കാനായി അദ്ദേഹം അവരെ സന്ദർശിക്കാൻ തീരുമാനിച്ചു. ദ്വീപിലെത്തിയ അദ്ദേഹം സ്വർഗത്തോടുള്ള അവരുടെ അപേക്ഷ ലജ്ജാകരമാണെന്ന് താപസന്മാരോട് പറയുകയും അനേകം പതിവ് പ്രാർത്ഥനകൾ പഠിപ്പിക്കുകയും ചെയ്തു. ബിഷപ്പ് പിന്നെ ഒരു ചെറു കപ്പലിൽ യാത്രയായി. കപ്പലിനെ പിന്തുടരുന്ന ഒരു ഉജ്ജ്വലമായ പ്രകാശം അദ്ദേഹം കണ്ടു. അത് അടുത്തു വന്നപ്പോൾ കൈകോർത്തു പിടിച്ചുകൊണ്ട് തിരമാലകളുടെ മീതെ ഓടി കപ്പലിൻ്റെ മുന്നിൽ കടക്കാൻ ശ്രമിക്കുന്ന ആ 3 താപസന്മാരെ അദ്ദേഹം തിരിച്ചറിഞ്ഞു. ബിഷപ്പിൻ്റെ അടുത്തെത്തിയപ്പോൾ അവർ വിളിച്ചു പറഞ്ഞു: അങ്ങ് പഠിപ്പിച്ച പ്രാർത്ഥനകൾ ഞങ്ങൾ മറന്നുപോയി. അവ ഒന്നുകൂടി പറഞ്ഞു തരണമെന്ന് ആവശ്യപ്പെടാനാണ് ഞങ്ങൾ ധൃതിയിൽ വന്നത്. അത്ഭുതാധീനനായ ബിഷപ്പ് വേണ്ട എന്ന അർത്ഥത്തിൽ തലയാട്ടി. അദ്ദേഹം എളിമയോടെ പറഞ്ഞു: പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ പഴയ പ്രാർത്ഥനയുമായി കഴിഞ്ഞുകൊള്ളുക. എങ്ങനെയാണ് ഈ പുണ്യാത്മാക്കൾ വെള്ളത്തിനു മീതെ നടന്നത്? എങ്ങനെയാണ് ക്രിസ്തുദേവൻ തൻ്റെ ക്രൂശിക്കപ്പെട്ട ശരീരം ഉയർത്തെഴുന്നേൽപ്പിച്ചത്? എങ്ങനെയാണ് ലാഹിരി മഹാശയനും ശ്രീയുക്തേശ്വരനും ദിവ്യാത്ഭുതങ്ങൾ കാട്ടിയത്? ആണവയുഗത്തിൻ്റെ ആവിർഭാവത്തോടെ ലോകമനസ്സിൻ്റെ സാധ്യതകൾ പൊടുന്നനെ ഏറെ വികസിച്ചിട്ടുണ്ടെങ്കിലും ആധുനിക ശാസ്ത്രത്തിന് ഇതേവരെ ഒരു ഉത്തരവും നൽകാനില്ല. അസാധ്യം എന്ന വാക്കിന് മനുഷ്യൻ്റെ പദാവലിയിൽ പ്രാധാന്യം കുറഞ്ഞു വരികയാണ്. ഭൗതിക ലോകം നിലനിൽക്കുന്നത് ഒരേ ഒരു മായാ സിദ്ധാന്തത്തിൽ അധിഷ്ഠിതമായാണെന്ന് വേദഗ്രന്ഥങ്ങൾ ഉദ്ഘോഷിക്കുന്നു. മായ എന്നത് ആപേക്ഷികതയുടെയും ദ്വന്ദ്വാത്മകതയുടെയും പ്രമാണമാണ്. ഈശ്വരൻ എന്ന ഏകചൈതന്യം കേവലമായ ഐക്യമാണ്. സൃഷ്ടിയുടെ വ്യത്യസ്തവും വിവിധവുമായ രൂപങ്ങളായി കാണപ്പെടാൻ അദ്ദേഹം വ്യാജമോ അയഥാർത്ഥമോ ആയ ഒരു ആവരണം അണിയുന്നു. ഈ മിഥ്യയായ ദ്വന്ദ്വാത്മകമായ ആവരണമാണ് മായ. പ്രാചീന ഋഷീശ്വരന്മാരുടെ ഈ ലളിതമായ പ്രസ്താവം ആധുനിക കാലത്തെ നിരവധി കണ്ടുപിടുത്തങ്ങൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ന്യൂട്ടൻ്റെ ചലന സിദ്ധാന്തം മായയുടെ ഒരു നിയമമാണ്. ഓരോ പ്രവൃത്തിക്കും തുല്യവും വിപരീതവുമായ ഒരു പ്രതിപ്രവൃത്തി എപ്പോഴുമുണ്ട്. ഏതെങ്കിലും 2 വസ്തുക്കളുടെ പരസ്പര പ്രവർത്തനം എല്ലായ്പ്പോഴും തുല്യവും വിരുദ്ധ ദിശയിലുമാണ്. പ്രവൃത്തിയും പ്രതിപ്രവൃത്തിയും അങ്ങനെ സൂക്ഷ്മമായും സമമാണ്. ഒരേ ഒരു ബലം, ശക്തി മാത്രമുണ്ടാവുക എന്നത് അസാധ്യമാണ്. ഉണ്ടായിരിക്കേണ്ടതും എപ്പോഴും ഉള്ളതും തുല്യവും വിപരീതവുമായ ഒരു ജോഡി ബലങ്ങളാണ്. പ്രകൃതിയിലെ മൗലികമായ പ്രവർത്തനങ്ങളെല്ലാം അവയുടെ മായികമായ ഉത്ഭവം വെളിപ്പെടുത്തുന്നു. ഉദാഹരണത്തിന്, വൈദ്യുതി വികർഷണത്തിൻ്റെയും ആകർഷണത്തിൻ്റെയും ഒരു പ്രതിഭാസമാണ്. അതിൻ്റെ ഇലക്ട്രോണുകളും പ്രോട്ടോണുകളും വൈദ്യുത വിപരീതങ്ങളാണ്. മറ്റൊരു ഉദാഹരണം, പരമാണു അഥവാ പദാർത്ഥത്തിൻ്റെ ആത്യന്തികമായ അംശം ഭൂമിയെപ്പോലെ തന്നെ അതിധ്രുവവും ന്യൂനധ്രുവവും ഉള്ള ഒരു കാന്തമാണ്. പ്രാപഞ്ചികമായ എല്ലാ വസ്തുക്കളും ധ്രുവീകരണത്തിൻ്റെ അഴിവില്ലാത്ത പിടിയിലാണ്. ഊർജതന്ത്രത്തിൻ്റെയോ രസതന്ത്രത്തിൻ്റെയോ മറ്റേതെങ്കിലും ശാസ്ത്രത്തിൻ്റെയോ നിയമങ്ങൾ ഈ സ്വതസിദ്ധമായ വൈപരീത്യത്തിൽ നിന്ന് അഥവാ വിരുദ്ധ തത്വങ്ങളിൽ നിന്ന് മുക്തമായി കാണപ്പെടുന്നില്ല. അപ്പോൾ ഭൗതികശാസ്ത്രത്തിന് സൃഷ്ടിയുടെ ഊടും പാവും ഘടനയും തന്നെയായ മായയ്ക്ക് പുറത്തു കടന്ന നിയമങ്ങൾ ആവിഷ്കരിക്കുക വയ്യ. പ്രകൃതി തന്നെ മായയാണ്. ഭൗതികശാസ്ത്രം നിശ്ചയമായും മായയുടെ ഒഴിയാനാവാത്ത സ്വർഗീയതയെ തന്നെ കൈകാര്യം ചെയ്യാൻ ബാധ്യമാകുന്നു. അതിൻ്റെ സാമ്രാജ്യത്തിൽ മായ നിതാന്തവും അക്ഷയവുമാണ്. അവളുടെ വൈവിധ്യമാർന്ന അനന്തതയുടെ ഒരു ഭാവം കഴിഞ്ഞാൽ മറ്റൊന്ന് പരിശോധിക്കാം എന്നതിൽ കവിഞ്ഞ് ഒന്നും ചെയ്യാൻ ഭാവിശാസ്ത്രജ്ഞന്മാർക്ക് ആവില്ല. അങ്ങനെ ആത്യന്തികമായ നിർണായകതയിലെത്താതെ ശാസ്ത്രം
നിരന്തരമായ ഒരു ഒഴുക്കിൽപ്പെട്ട് നിൽക്കുന്നു. എക്കാലവും നിലനിന്നു പോന്നിട്ടുള്ളതും പ്രവർത്തന നിരതവുമായ പ്രപഞ്ചത്തിൻ്റെ നിയമങ്ങൾ അനാവരണം ചെയ്യാൻ മാത്രമാണ് തീർച്ചയായും അതിന് കഴിയുക. എന്നാൽ അതിന് ആ നിയമങ്ങളുടെ ആവിഷ്കാരകനെ, അവയുടെ പ്രയോക്താവിനെ കണ്ടെത്താൻ ശക്തിയില്ല. ഭൂഗുരുത്വത്തിൻ്റെയും വിദ്യുച്ഛക്തിയുടെയും ഉജ്ജ്വലമായ മൂർത്തീഭാവങ്ങൾ അറിയപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ട്. എങ്കിലും ഗുരുത്വാകർഷണവും വിദ്യുച്ഛക്തിയും എന്താണെന്ന് ഒരുത്തർക്കും അറിഞ്ഞുകൂടാ. മായയെ മറികടക്കുക എന്നതാണ് സഹസ്രാബ്ദങ്ങളിലെ പ്രവാചകർ മനുഷ്യരാശിക്ക് നൽകിയ ഭാരിച്ച ചുമതല. സൃഷ്ടിയുടെ ദ്വന്ദ്ങ്ങളെ കീഴടക്കുകയും സ്രഷ്ടാവിൻ്റെ ഏകത്വത്തെ ദർശിക്കുകയുമാണ് മനുഷ്യൻ്റെ സർവോത്കൃഷ്ടമായ ലക്ഷ്യം. പ്രപഞ്ചത്തിൻ്റെ മിതിയെ മുറുക്കി പിടിക്കുന്നവർക്ക് അതിൻ്റെ മൗലിക നിയമമായ ദ്വൈത ധ്രുവീകരണത്തെ അംഗീകരിച്ചേ മതിയാവൂ. വേലിയേറ്റവും വേലിയിറക്കവും, ഉയർച്ചയും താഴ്ചയും, പകലും രാവും, സുഖവും ദുഃഖവും, നന്മയും തിന്മയും, ജനനവും മരണവും. മനുഷ്യൻ ഏതാനും 1000 മനുഷ്യജന്മങ്ങളിൽ കൂടി കടന്നുപോയി കഴിയുമ്പോൾ ഈ ചാക്രിക ഗതി ഒരുതരം വേദനാജനകമായ വിരസത ഉളവാക്കുന്നു. അപ്പോൾ മായയുടെ നിബന്ധനകൾക്കപ്പുറത്തേക്ക് ആശാനിർഭരമായി അവൻ നോക്കുന്നു. മായയുടെ മറ നീക്കുക എന്നാൽ സൃഷ്ടിയുടെ രഹസ്യം അനാവരണം ചെയ്യുക എന്നതാണ്. അങ്ങനെ പ്രപഞ്ചത്തെ അനാവൃതമാക്കുന്നയാൾ മാത്രമാണ് യഥാർത്ഥ അദ്വൈതി. അല്ലാതുള്ളവർ നാസ്തിക വിഗ്രഹങ്ങളെ ആരാധിക്കുന്നു. പ്രകൃതിയുടെ ദ്വന്ദ്വാത്മക മിഥ്യകൾക്ക് വിധേയനായിരിക്കുന്നിടത്തോളം കാലം ജനസിനെ പോലെ ദ്വിമുഖിയായ മായയാണ് അവൻ്റെ ദേവത. അവന് ഒരേ ഒരു യഥാർത്ഥ ഈശ്വരനെ അറിയാൻ കഴിയുന്നില്ല. ജഗത്ഭ്രമം, മായ മനുഷ്യരിൽ അവിദ്യയായി വെളിവാകുന്നു. ബുദ്ധിപരമായ ഉത്തമ വിശ്വാസമോ അപഗ്രഥനമോ കൊണ്ട് മായ അഥവാ അവിദ്യയെ ഒരിക്കലും ഇല്ലാതാക്കാനാവില്ല. നിർവികൽപ്പ സമാധിയുടെ ആന്തരിക അവസ്ഥയിലൂടെ മാത്രമേ അത് സാധ്യമാകൂ. പഴയ നിയമത്തിലെ പ്രവാചകരും എല്ലാ നാട്ടിലെയും എക്കാലത്തുമുള്ള ഋഷിമാരും ബോധത്തിൻ്റെ ഈ അവസ്ഥയിൽ നിന്നാണ് അരുളപ്പാടുകൾ ചെയ്തിട്ടുള്ളത്. ഐസേക്കിയേൽ പറഞ്ഞു. പിന്നെ അയാൾ എന്നെ കിഴക്കോട്ടുള്ള കവാടത്തിലേക്ക് കൊണ്ടുവന്നു. ഇതാ, ഇസ്രായേലിൻ്റെ ദൈവത്തിൻ്റെ തേജസ് കിഴക്കുനിന്ന് വരുന്നു. അവൻ്റെ ആഗമന ശബ്ദം പെരുവെള്ളത്തിൻ്റെ ഇരമ്പൽ പോലെയായിരുന്നു. അവൻ്റെ തേജസ്സിൽ ഭൂമി വിളങ്ങി. സൃഷ്ടിയുടെ ഏക യാഥാർത്ഥ്യം സംസ്ഥാപിക്കുന്ന വചനം അഥവാ ഓങ്കാരം വിവിധ ജലധാരകളുടെ ദൈവീകനാദം കേട്ടുകൊണ്ട് ഭൂമധ്യത്തിലെ ദിവ്യദൃഷ്ടിയിലൂടെ യോഗി തൻ്റെ ബോധത്തെ സർവസന്നിഹിതത്വത്തിലേക്ക് സാവധാനം നയിക്കുന്നു. പ്രപഞ്ചത്തിലെ അനന്തകോടി അജ്ഞാത രഹസ്യങ്ങളിൽ ഏറ്റവും മഹത്തായ പ്രതിഭാസം പ്രകാശമാണ്. സഞ്ചാരത്തിന് വായുവോ മറ്റു ഭൗതിക മാധ്യമങ്ങളോ ആവശ്യമുള്ള ശബ്ദതരംഗങ്ങളിൽ നിന്നും വ്യത്യസ്തമായി പ്രകാശതരംഗങ്ങൾ താരാന്തര ശൂന്യതയിലൂടെ സ്വതന്ത്രമായി സഞ്ചരിക്കുന്നു. തരംഗ സിദ്ധാന്തങ്ങളിൽ ഗ്രഹാന്തര പ്രകാശ മാധ്യമമായി കണക്കാക്കുന്ന സാങ്കല്പിക ആകാശം പോലും ശൂന്യാകാശത്തിൻ്റെ ക്ഷേത്രഗണിതാനുസൃത സ്വഭാവങ്ങൾ ഒരു ആകാശ സിദ്ധാന്തത്തെ വ്യർത്ഥമാക്കുന്നുവെന്ന് ഐൻസ്റ്റീനിൻ്റെ സിദ്ധാന്തത്തിൻ്റെ വെളിച്ചത്തിൽ ഉപേക്ഷിക്കാൻ കഴിയും. ഈ 2 സാങ്കല്പിക സിദ്ധാന്തങ്ങൾ അനുസരിച്ചായാലും പ്രകാശമാണ് പ്രകൃതിയിലെ മറ്റേതു പ്രതിഭാസത്തെക്കാളും സർവാധികം സൂക്ഷ്മവും ഭൗതിക വസ്തുക്കളിൽ നിന്ന് സർവാധികം നിരാശ്രയവുമായിരിക്കുന്നത്. ഐൻസ്റ്റീനിൻ്റെ വിശാല സങ്കല്പങ്ങളിൽ പ്രകാശത്തിൻ്റെ വേഗത ഒരു സെക്കൻഡിൽ 1,86,300 മൈൽ ആപേക്ഷിക സിദ്ധാന്തത്തെ മുഴുവനും സ്വാധീനിക്കുന്നു. മനുഷ്യൻ്റെ സീമിതമായ മനസ്സിനെ സംബന്ധിച്ചിടത്തോളം പ്രകാശത്തിൻ്റെ വേഗതയാണ് ചഞ്ചലമായ ഈ പ്രപഞ്ചത്തിലെ ഒരേ ഒരു സ്ഥിരമാനം എന്ന് കണക്കുകളിലൂടെ അദ്ദേഹം തെളിയിക്കുന്നു. മനുഷ്യൻ്റെ കാലദേശമാനങ്ങൾ അധിഷ്ഠിതമായിരിക്കുന്നത് ഏകവും നിരുപാധികവുമായ പ്രകാശവേഗതയിലാണ്. ആശയരൂപേണ ശാശ്വതമെന്ന് ഇതുവരെ കരുതിയിരുന്ന കാലദേശങ്ങൾ ആപേക്ഷികവും പരിമിതവുമായ ഘടകങ്ങളാണ്. അവയുടെ സ്വാഭാവികമായ മാനസാധുതകൾ കൈവരിക്കുന്നത് പ്രകാശവേഗതയുടെ മാനദണ്ഡത്തിന് അനുസൃതമായി മാത്രമാണ്. നീളം, വീതി, കനം ഇത്യാദി മാനങ്ങളുടെ ആപേക്ഷികതയായി വ്യാപ്തിയെ ഉൾപ്പെടുത്തിയപ്പോൾ സ്നിഗ്ധതയുടെ ഒരു ശുദ്ധസാരമായ കാലം ഇപ്പോൾ അതിൻ്റെ ശരിയായ സ്വഭാവത്തിൽ വെളിവാക്കപ്പെട്ടിരിക്കുന്നു. തൻ്റെ തൂലികയുടെ ഏതാനും സമവാക്യ ലേഖ്യങ്ങൾ കൊണ്ട്
പ്രകാശത്തിൻ്റേതൊഴികെയുള്ള എല്ലാ നിശ്ചിത സത്യസങ്കല്പങ്ങളും ഐൻസ്റ്റീൻ ഈ പ്രപഞ്ചത്തിൽ നിന്ന് നിഷ്കാസനം ചെയ്തു. പിൽക്കാലത്തെ ഒരു മുന്നേറ്റമായ ഏകീകൃത ക്ഷേത്ര സിദ്ധാന്തത്തിൽ മഹാനായ ആ ഊർജതന്ത്രജ്ഞൻ ഭൂഗുരുത്വാകർഷണ നിയമങ്ങളെയും വൈദ്യുതകാന്ത നിയമങ്ങളെയും ഒരു ഗണിത സൂത്രത്തിൽ ഉൾക്കൊള്ളിക്കാൻ തുനിഞ്ഞു. ഒരേ ഒരു നിയമത്തിന്റെ വകഭേദങ്ങളിൽ ബ്രഹ്മാണ്ഡ ഘടനയെ ഒതുക്കി നിർത്തിക്കൊണ്ട് ഐൻസ്റ്റീൻ യുഗങ്ങൾ മറികടന്ന് സൃഷ്ടിയുടെ ഏകമാത്രമായ രചനാ സംവിധാനം അനുനിമിഷം മാറിക്കൊണ്ടിരിക്കുന്ന കാമരൂപിയായ മായയാണെന്ന് ഉദ്ഘോഷിച്ച ഋഷീശ്വരന്മാരിലേക്ക് എത്തിയിരിക്കുന്നു. ഐതിഹാസികമായ ആപേക്ഷിക സിദ്ധാന്തത്തിൽ നിന്നാണ് അന്തിമ വസ്തുവായ പരമാണുവിൻ്റെ പര്യവേക്ഷണ സാധ്യതകൾ ഉയർന്നു വന്നിട്ടുള്ളത്. മഹാന്മാരായ ശാസ്ത്രജ്ഞന്മാർ ഇപ്പോൾ സധൈര്യം പ്രഖ്യാപിക്കുന്നത് പരമാണു ദ്രവ്യമല്ല, ഊർജമാണ് എന്ന് മാത്രമല്ല, ആണവ ഊർജം മൗലികമായി മനോവസ്തുവാണെന്ന് കൂടിയാണ്. ഭൗതിക ലോകത്തിൻ്റെ സ്വഭാവം അഥവാ ദ നേച്ചർ ഓഫ് ദ ഫിസിക്കൽ വേൾഡ് എന്ന ഗ്രന്ഥത്തിൽ സർ ആദർ സ്റ്റാൻലി എഡിങ്ടൺ ഇങ്ങനെ എഴുതുന്നു: ഭൗതികശാസ്ത്രം നിഴലുകളുടെ ഒരു ലോകത്തെയാണ് കൈകാര്യം ചെയ്യുന്നതെന്ന് തുറന്നു സമ്മതിക്കുന്ന യാഥാർത്ഥ്യബോധം അതിപ്രധാനമായ മുന്നേറ്റങ്ങളിൽ ഒന്നാണ് ഭൗതികശാസ്ത്രത്തിൻ്റെ ലോകത്ത് നാം ദർശിക്കുന്നത്. പരിചിതമായ ജീവിത നാടകത്തിൻ്റെ ഒരു നിഴൽ ചിത്രാവിഷ്കാരമാണ്. നിഴൽ കടലാസിൽ നിഴൽ മാത്രമായി മഷി ഒഴുകുമ്പോൾ നിഴൽ മേശമേൽ എൻ്റെ നിഴൽ കൈമുട്ട് വിശ്രമിക്കുന്നു. ഇതെല്ലാം പ്രതീകാത്മകമാണ്. ഒരു ഭൗതിക ശാസ്ത്രജ്ഞൻ അതിനെ പ്രതീകമെന്ന നിലയിൽ വിടുന്നു. പിന്നീട് മനസ്സ് എന്ന മായാജാലക്കാരൻ കടന്നു വന്ന് ആ പ്രതീകങ്ങളെ പുതുപരിവേഷത്തിൽ രൂപാന്തരപ്പെടുത്തുന്നു. പരുക്കനായി പറഞ്ഞാൽ ഈ നിഗമനം ലോകത്തിൻ്റെ സത്ത മനോവസ്തുവാണ് എന്നു വരുത്തുന്നു. അടുത്ത കാലത്ത് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് കണ്ടുപിടിച്ചതോടെ പരമാണുവിൻ്റെ പ്രകാശസത്തയുടെയും പ്രകൃതിയുടെയും ഒഴിച്ചുകൂടാനാവാത്ത ദ്വന്ദ്വാത്മകതയുടെയും നിർണായകമായ തെളിവ് ലഭിച്ചു. 1937 ശാസ്ത്ര പുരോഗതിക്ക് വേണ്ടിയുള്ള അമേരിക്കൻ സംഘടനയുടെ ഒരു സമ്മേളനത്തിൽ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൻ്റെ ഒരു പ്രദർശനത്തെപ്പറ്റി താഴെ കൊടുത്തിരിക്കുന്ന വിവരണം ദ ന്യൂയോർക്ക് ടൈംസ് നൽകി. ഇതുവരെ എക്സ്റേ മൂലം പരോക്ഷമായി മാത്രം അറിഞ്ഞിരുന്ന ടങ്സ്റ്റൺ ലോകത്തിൻ്റെ സ്ഫടിക ഘടന ഒരു പ്രദീപ്തമായ വെള്ളിത്തിരയിൽ വ്യക്തമായി രൂപം പൂണ്ടു. ഇത് ഒരു ഖനികയുടെ ആകൃതിയിലുള്ള ജാളിവേലയിൽ 9 പരമാണുക്കൾ ഓരോ മൂലയിൽ ഓരോ പരമാണുവും ഒത്തനടുക്ക് മറ്റൊരു പരമാണുവുമായിട്ടാണ് കാണപ്പെട്ടത്. ടങ്സ്റ്റൺ ക്രിസ്റ്റലിൻ്റെ പരമാണുക്കൾ കോണിക പ്രതിരൂപങ്ങളിൽ നിരത്തിയ പ്രകാശബിന്ദുക്കളായി ആ പ്രദീപ്തമായ വെള്ളിത്തിരയിൽ പ്രത്യക്ഷപ്പെട്ടു. പ്രകാശത്തിൻ്റെ ഈ സ്ഫടിക ഘടികയിൽ വന്നലയ്ക്കുന്ന വായു തന്മാത്രകളെ ചലിക്കുന്ന ജലത്തിലെ തിളങ്ങുന്ന സൂര്യരശ്മികളുടെ ബിന്ദുക്കൾ പോലെ നൃത്തം വയ്ക്കുന്ന പ്രകാശബിന്ദുക്കളായി കാണാമായിരുന്നു. ന്യൂയോർക്കിലെ ബെൽ ടെലഫോൺ ലബോറട്ടറിയിലെ ഡോക്ടർമാർ ക്ലിൻറ്റൺ കെ ഡേവിഡ്സണും ലെസ്റ്റർ എച്ച് ചേമറും 1927 ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൻ്റെ തത്വം ആദ്യം കണ്ടുപിടിച്ചു. ഇലക്ട്രോണിന് ഒരു കണികയുടെയും ഒരു തരംഗത്തിൻ്റെയും സ്വഭാവ സവിശേഷതകൾ അടങ്ങിയ ഒരു ദ്വൈത വ്യക്തിത്വമുണ്ടെന്ന് അവർ കണ്ടെത്തി. ഈ തരംഗ സ്വഭാവം ഇലക്ട്രോണിന് പ്രകാശത്തിൻ്റെ സ്വഭാവ ഗുണം നൽകി. കാചം ഉപയോഗിച്ച് പ്രകാശത്തെ ഒരു ബിന്ദുവിൽ കേന്ദ്രീകരിക്കുന്നത് പോലെ ഇലക്ട്രോണുകളെ കേന്ദ്രീകരിക്കുവാനുള്ള ഉപായങ്ങൾ കണ്ടുപിടിക്കാൻ പരിശ്രമം ആരംഭിച്ചു. ഇലക്ട്രോണിൻ്റെ പരസ്പര വിരുദ്ധമായ ഈ ദ്വൈത സ്വഭാവം കണ്ടുപിടിച്ചതിന് ഡോക്ടർ ഡേവിസന് ഊർജ്ജതന്ത്രത്തിൽ നോബൽ സമ്മാനം ലഭിച്ചു. ഭൗതിക പ്രപഞ്ചത്തിന് മുഴുവനും ഒരു ദ്വൈത വ്യക്തിത്വമുണ്ടെന്ന് ഈ കണ്ടുപിടുത്തം വെളിവാക്കി. നിഗൂഢ പ്രപഞ്ചം ദ മിസ്റ്റീരിയസ് യൂണിവേഴ്സ് എന്ന ഗ്രന്ഥത്തിൽ സർ ജെയിംസ് ജീൻസ് എഴുതുന്നു: അറിവിൻ്റെ അരുവി വെറും യാന്ത്രികമല്ലാത്ത ഒരു യാഥാർത്ഥ്യത്തെ ലാക്കാക്കിയാണ് ഒഴുകുന്നത്. ഈ പ്രപഞ്ചം ഒരു വലിയ യന്ത്രം എന്നതിനേക്കാൾ മഹത്തായ ഒരു ചിന്തയായിട്ട് തോന്നാൻ തുടങ്ങുന്നു. അങ്ങനെ 20-ാം നൂറ്റാണ്ടിൻ്റെ ശാസ്ത്രം ചില പുരാതനമായ വേദങ്ങളിലെ ഒരു താളുപോലെ അനുഭവപ്പെടുന്നു. അപ്പോൾ ഭൗതിക പ്രപഞ്ചം എന്നൊന്നില്ല എന്ന ദാർശനിക സത്യം, അത് അങ്ങനെ തന്നെ വേണമെങ്കിൽ മനുഷ്യൻ ശാസ്ത്രത്തിൽ നിന്ന് പഠിക്കട്ടെ. ഭൗതിക പ്രപഞ്ചത്തിൻ്റെ ഊടും പാവും മായ മിഥ്യയാണ്. വിശകലനം ചെയ്താൽ അതിൻ്റെ യാഥാർത്ഥ്യത്തിൻ്റെ മൃഗതൃഷ്ണകൾ മുഴുവനും ഇല്ലാതാകുന്നു. ഭൗതിക പ്രപഞ്ചത്തിൻ്റെ വിശ്വാസമേകുന്ന അവലംബങ്ങൾ ഓരോന്നോരോന്നായി തൻ്റെ കീഴിൽ തകർന്നു വീഴുമ്പോൾ ഞാനല്ലാതെ മറ്റു ദേവന്മാർ നിനക്ക് ഉണ്ടാകരുത് എന്ന് ദൈവികമായ ആജ്ഞയുടെ ഉല്ലംഘനമാണ് തൻ്റെ വിഗ്രഹാരാധനാ നിഷ്ഠയെന്ന് മനുഷ്യൻ അവ്യക്തമായി ഗ്രഹിക്കുന്നു. ഒരു വസ്തുവിൻ്റെ പിണ്ഡവും ഊർജവും തുല്യമൂല്യമാണെന്ന് സൂചിപ്പിക്കുന്ന പ്രസിദ്ധമായ സമവാക്യത്തിൽ ഐൻസ്റ്റീൻ തെളിയിച്ചത് ഇതാണ്.
ഏതൊരു വസ്തുവിന്റെ കണികയിലുമുള്ള ഊർജം അതിന്റെ പിണ്ഡത്തെ അഥവാ തൂക്കത്തെ പ്രകാശവേഗതയുടെ വർഗം കൊണ്ട് ഗുണിച്ചാൽ കിട്ടുന്നതിന് തുല്യമാണ്. ദ്രവ്യകണികകളുടെ വിനാശത്തിൽ കൂടിയാണ് ആണവ ഊർജത്തിന്റെ വിമോചനം നടത്തുന്നത്. ദ്രവ്യത്തിന്റെ മൃതിയാണ് ആണവയുഗത്തിന് ജന്മം നൽകിയത്. പ്രകാശവേഗത ഗണിത സംബന്ധമായൊരു മാനം അഥവാ നിശ്ചിതം ആയത് 1 സെക്കൻഡിൽ 1,86,300 മൈൽ എന്നതിന് ഒരു കേവല മൂല്യം ഉള്ളതുകൊണ്ടല്ല, മറിച്ച് ഗതിവേഗത്തോടൊപ്പം സ്വന്തം പിണ്ഡം വർദ്ധിക്കുന്ന ഒരൊറ്റ ജഡവസ്തുവിനും പ്രകാശത്തിന്റെ ഗതിവേഗം ഒരിക്കലും നേടുവാനാകുകയില്ല എന്നതിലാണ്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ തന്റെ പിണ്ഡം അപരിമിതമായ ഒരു ഭൗതിക വസ്തുവിന് മാത്രമേ പ്രകാശത്തിന്റെ വേഗതയോട് തുല്യത നേടാൻ കഴിയൂ. ഈ ആശയം ദിവ്യാത്ഭുതങ്ങളുടെ നിയമങ്ങളിലേക്ക് നമ്മെ നയിക്കുന്നു. സ്വന്തം ശരീരവും മറ്റു വസ്തുക്കളും ആവിർഭവിപ്പിക്കുകയും അപ്രത്യക്ഷമാക്കുകയും ചെയ്യുക, പ്രകാശവേഗതയിൽ സഞ്ചരിക്കുക, ഏതു സ്ഥൂലവസ്തുവും തൽക്ഷണം പ്രദർശിപ്പിക്കുവാൻ സൃഷ്ടിക്ഷമമായ പ്രകാശരശ്മികളെ ഉപയോഗിക്കുക എന്നീ സിദ്ധികളുള്ള ആചാര്യന്മാർ അത്ഭുത സിദ്ധികളുടെ വ്യവസ്ഥ നിറവേറ്റിയവരാണ്. അവരുടെ പിണ്ഡം അപരിമിതമാണ്. പരിപൂർണത കൈവരിച്ച ഒരു യോഗിയുടെ ബോധം സങ്കുചിതമായ ശരീരവുമായല്ല, മറിച്ച് വിശ്വഘടനയുമായാണ് അനായാസമായി താതാത്മ്യപ്പെട്ടിരിക്കുന്നത്. ന്യൂട്ടന്റെ ശക്തി എന്ന നിലയിലോ ഐൻസ്റ്റീന്റെ ജഡത എന്ന നിലയിലോ ഒരു ആചാര്യനെ തന്റെ ഭാരത്തിന്റെ ഗുണവിശേഷം പ്രദർശിപ്പിക്കുന്നതിന് നിർബന്ധിതനാക്കാൻ ഗുരുത്വാകർഷണത്തിന് കഴിയുകയില്ല. ഭാരം എന്ന ഗുണം എല്ലാ ഭൗതിക വസ്തുക്കളെയും വിഭിന്നമാക്കുന്ന ഗുരുത്വാകർഷണ വ്യവസ്ഥയാണ്. സർവവ്യാപിയായ ആത്മാവാണ് താൻ എന്ന് മനസ്സിലാക്കുന്ന ഋഷി സ്ഥലകാലപരമായ ശാരീരിക കാർക്കശ്യങ്ങൾക്ക് വിധേയനല്ലാതെയാകുന്നു. അവയുടെ പാരതന്ത്ര്യ വലയങ്ങൾ സോഹം എന്ന ലായനിയിൽ വിലയിക്കുന്നു. വെളിച്ചം ഉണ്ടാകട്ടെ. വെളിച്ചം ഉണ്ടായി. ഈശ്വരന്റെ ആദ്യത്തെ ആജ്ഞ പ്രപഞ്ച സൃഷ്ടിയിൽ അതിൻ്റെ ഘടനാത്മക സത്ത പ്രകാശമുളവാക്കി. ഈ ദ്രവ്യേതര മാധ്യമത്തിൻ്റെ കിരണധാരയിൽ എല്ലാ ദൈവിക സൃഷ്ടികളും രൂപം കൊള്ളുന്നു. ഈശ്വരന്റെ ദർശനം അഗ്നിജ്വാലയായും പ്രകാശമായും ഓരോ യുഗങ്ങളിലെയും ഭക്തന്മാർ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. യോഹന്നാൻ പുണ്യവാളൻ നമ്മോട് പറയുന്നു, അവന്റെ കണ്ണുകൾ അഗ്നിനാളങ്ങൾ പോലെയും അവന്റെ മുഖമാകട്ടെ സമ്പൂർണ്ണ ശോഭയോടെ ജ്വലിച്ചു നിൽക്കുന്ന സൂര്യനെ പോലെയുമായിരുന്നു. തികവ് വരുത്തിയ ധ്യാനത്തിലൂടെ തന്റെ ബോധത്തെ സൃഷ്ടികർത്താവിൽ ലയിപ്പിച്ചൊരു യോഗി പ്രപഞ്ചസത്തയെ ദർശിക്കുന്നത് പ്രകാശമായിട്ടാണ്. ജലത്തെ സൃഷ്ടിക്കുന്ന പ്രകാശരശ്മികൾക്കും സ്ഥലത്തെ സൃഷ്ടിക്കുന്ന പ്രകാശരശ്മികൾക്കും തമ്മിൽ അദ്ദേഹത്തിന് ഒരു വ്യത്യാസവുമില്ല. ദ്രവ്യബോധത്തിൽ നിന്നും വ്യാപ്തിയുടെ ത്രിമാനങ്ങളിൽ നിന്നും നാലാമത്തെ മാനമായ കാലത്തിൽ നിന്നും വിമുക്തനായ ഒരു ആചാര്യൻ തൻ്റെ പ്രകാശദേഹത്തെ ഒരു ലാഘവത്തോടെ ഭൂമി, ജലം, അഗ്നി, വായു എന്നിവയുടെ പ്രകാശരശ്മികളുടെ മേലെ കൂടിയോ ഉള്ളിലൂടെയോ കടത്തിക്കൊണ്ടു പോകുന്നു. ശരീരത്തിൻ്റെ വിളക്ക് കണ്ണാണ്. അതുകൊണ്ട് നിന്റെ കണ്ണ് അന്യൂനമാണെങ്കിൽ ശരീരം മുഴുവൻ പ്രകാശം നിറഞ്ഞതായിരിക്കും. വിമോചകമായ ആത്മീയ ലോചനത്തിൽ ദീർഘമായ ഏകാഗ്ര ധ്യാനം ജഡവസ്തുവിനെയും അതിൻ്റെ ഗുരുത്വാകർഷണ രൂപമായ ഭാരത്തെയും പറ്റിയുള്ള എല്ലാ മിഥ്യാധാരണകളെയും ഇല്ലായ്മ ചെയ്യാൻ യോഗിയെ പ്രാപ്തനാക്കുന്നു. അദ്ദേഹം പ്രപഞ്ചത്തെ ഈശ്വരൻ സൃഷ്ടിച്ച അതേ വിധത്തിൽ അവിഛിന്നമായൊരു പ്രകാശഘന സാരമായി കാണുന്നു. ഹാർവേഡിലെ ഡോക്ടർ LT ടോളന്റ് പറയുന്നു, പ്രകാശ പ്രതിബിംബങ്ങൾ സാധാരണ ഹാഫ് ടോൺ പടങ്ങളുടെ അതേ തത്വത്തെ ആധാരമാക്കിയാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതായത് കണ്ണുകൾ കൊണ്ട് തിരിച്ചറിയാനാവാത്ത അതിസൂക്ഷ്മമായ കുത്തുകളോ പുള്ളികളോ കൊണ്ട് അവ ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നു. കണ്ണിൻ്റെ ഛായാപടലത്തിൻ്റെ സൂക്ഷ്മഗ്രാഹിത്വം അത്ര വലുതായതുകൊണ്ട് പ്രായണ കുറഞ്ഞ അളവിലുള്ള തക്കതായ പ്രകാശ കണികകൾ കൊണ്ട് ഒരു കാഴ്ചയുടെ പ്രതീതി ഉളവാക്കാം. സൃഷ്ടിയുടെ സത്ത പ്രകാശമാണ് എന്ന സത്യസാക്ഷാത്കാരം നേടിയ ഏതൊരാൾക്കും ദിവ്യാത്ഭുതങ്ങളുടെ നിയമങ്ങൾ പ്രവർത്തിപ്പിക്കാൻ സാധിക്കും. സാർവലൗകികമായ പ്രകാശ ആണവരേണുക്കളിൽ നിന്ന് ഏതൊരു വസ്തുവും ക്ഷണത്തിൽ കാഴ്ചയ്ക്ക് വിഷയീഭവിപ്പിച്ച് ആവിർഭവിപ്പിക്കാൻ പ്രകാശ പ്രതിഭാസങ്ങളെപ്പറ്റിയുള്ള തൻ്റെ ദിവ്യജ്ഞാനം കൊണ്ട് ഒരു സിദ്ധന് കഴിയും. ആവിർഭവിപ്പിക്കുന്ന വസ്തുവിൻ്റെ പ്രത്യക്ഷ രൂപം ഒരു വൃക്ഷം, ഒരു ഔഷധം, ഒരു മനുഷ്യ ശരീരം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നിശ്ചയിക്കുന്നത് യോഗിയുടെ ഇഷ്ടവും അദ്ദേഹത്തിൻ്റെ ഇച്ഛാശക്തിയുടെയും ഭാവനാവിലാസത്തിൻ്റെയും കരുത്തുമാണ്. രാത്രിയിൽ മനുഷ്യൻ സ്വപ്നാവബോധത്തിൽ പ്രവേശിക്കുന്നു. അങ്ങനെ നിത്യേന തന്നെ ചൂഴ്ന്നു നിൽക്കുന്ന മിഥ്യയായ അഹംബോധ പരിമിതികളിൽ നിന്ന് രക്ഷപ്പെടുന്നു. തൻ്റെ മനസ്സിൻ്റെ സർവശക്തിത്വത്തിൻ്റെ ആവർത്തിച്ചുള്ള ബോധ്യം ഉറക്കത്തിൽ അവൻ ഉണ്ടാകുന്നു. എത്രയോ കാലം മുമ്പ് മരിച്ചുപോയ സ്നേഹിതർ
ഏറ്റവും വിദൂരമായ ഭൂഖണ്ഡങ്ങൾ, ഓർമ്മയിൽ ഉണർന്ന ബാല്യകാല രംഗങ്ങൾ അതാ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെടുന്നു. അവരുടെ ചില സ്വപ്നങ്ങളിൽ അല്പസമയത്തേക്ക് എല്ലാ മനുഷ്യരും അനുഭവിക്കുന്ന ഒരു സ്വച്ഛന്തവും നിരപേക്ഷവുമായ ബോധമാണ് ഈശ്വര താതാത്മ്യം പ്രാപിച്ച ഒരു യോഗിവര്യൻ്റെ സ്ഥായിയായ മാനസികാവസ്ഥ. വ്യക്തിപരമായ സ്വാർത്ഥ താൽപ്പര്യങ്ങൾ വെടിഞ്ഞ ജഗത് സൃഷ്ടാവ് തന്നിൽ നിക്ഷേപിച്ചിട്ടുള്ള സൃഷ്ടിപരമായ ഇച്ഛാശക്തി ഉപയോഗിക്കുന്ന ഒരു യോഗി ഒരു ഭക്തന്റെ ആത്മാർത്ഥമായ പ്രാർത്ഥന നിറവേറ്റാനായി പ്രപഞ്ചത്തിലെ പ്രകാശരേണുക്കളെ പുനഃസംവിധാനം ചെയ്യുന്നു. അനന്തരം ദൈവം അരുൾ ചെയ്തു, നമ്മുടെ പ്രതിച്ഛായയിൽ നമുക്ക് സദൃശനായി മനുഷ്യനെ നാം നിർമ്മിക്കട്ടെ. സമുദ്രത്തിലെ മത്സ്യങ്ങളുടെ മേലും ആകാശത്തിലെ പക്ഷികളുടെ മേലും കന്നുകാലികളുടെ മേലും ഭൂമിയിലെ സർവ്വ വന്യജന്തുക്കളുടെ മേലും നിലത്തിഴയുന്ന എല്ലാ ഇഴജന്തുക്കളുടെ മേലും അവർക്ക് അധികാരമുണ്ടായിരിക്കട്ടെ. അതിനായാണ് മനുഷ്യനെയും സർവ്വചരാചരങ്ങളെയും സൃഷ്ടിച്ചത്. അതായത് പ്രപഞ്ചത്തിനുമേൽ അവൻ്റെ ആധിപത്യം അറിഞ്ഞുകൊണ്ട് അവൻ മായയ്ക്ക് അതീതമായി ഉയരണം. 1915 സന്യാസം സ്വീകരിച്ച് ഏറെ നാൾ കഴിയുന്നതിനു മുമ്പ് വിചിത്രമായൊരു ദിവ്യദർശനം എനിക്കുണ്ടായി. അതിൽ മനുഷ്യബോധത്തിൻ്റെ ആപേക്ഷികത മിഴിവോടെ തെളിയിക്കപ്പെട്ടു. മായയുടെ വേദനാജനകമായ ദ്വന്ദ്ങ്ങളുടെ പിന്നിലുള്ള നിത്യപ്രകാശത്തിൻ്റെ ഏകത ഞാൻ വ്യക്തമായി ഗ്രഹിച്ചു. അച്ഛന് ഗർപ്പാർ റോഡിൽ ഉണ്ടായിരുന്ന വീടിൻ്റെ മച്ചിൽ എൻ്റെ ചെറിയ മുറിയിലിരിക്കുമ്പോഴാണ് ഒരു പ്രഭാതത്തിൽ ആ ദർശനം പൊടുന്നനെ എനിക്കുണ്ടായത്. ഒന്നാം ലോകമഹായുദ്ധം മാസങ്ങളായി യൂറോപ്പിൽ ഭീകരമായി തുടരുകയായിരുന്നു. കനത്ത ആൾനാശത്തെപ്പറ്റി ഞാൻ ദുഃഖിതനായി ചിന്തിച്ചുകൊണ്ടിരുന്നു. ധ്യാനനിരതനായി ഞാൻ കണ്ണുകൾ അടച്ചപ്പോൾ എൻ്റെ ബോധം ഒരു യുദ്ധക്കപ്പലിലെ കപ്പിത്താൻ്റെ ശരീരത്തിലേക്ക് പെട്ടെന്ന് മാറ്റപ്പെട്ടു. കരയിലെ തോക്കിൻനിരകളിൽ നിന്നും കപ്പലിലെ പീരങ്കികളിൽ നിന്നും പരസ്പരം വർഷിച്ച വെടിയുണ്ടകളുടെ ഇടിമുഴക്കം അന്തരീക്ഷത്തെ ഭേദിച്ചു. ഒരു വലിയ വെടിയുണ്ട കപ്പലിൻ്റെ വെടിമരുന്നറയിൽ വന്നു തറച്ച് എൻ്റെ കപ്പലിനെ രണ്ടായി പിളർത്തി. പൊട്ടിത്തെറിയിൽ നിന്ന് രക്ഷപ്പെട്ട കുറച്ച് നാവികരോടൊപ്പം ഞാൻ വെള്ളത്തിലേക്ക് ചാടി. മിടിക്കുന്ന ഹൃദയത്തോടെ ഞാൻ കരയിൽ സുരക്ഷിതമായി എത്തി. പക്ഷേ കഷ്ടം, വഴിതെറ്റി വന്ന ഒരു വെടിയുണ്ട അതിൻ്റെ ദ്രുതഗതിയിലുള്ള പ്രയാണം എൻ്റെ മാറിൽ അവസാനിപ്പിച്ചു. ഒരു ആർത്തനാദത്തോടെ ഞാൻ നിലം പതിച്ചു. എൻ്റെ ശരീരം ആകെ സ്തംഭിച്ചു പോയെങ്കിലും കാല് മരവിച്ചു പോയി എന്നറിയുന്ന ഒരാളെപ്പോലെ എൻ്റെ ശരീരം എൻ്റേതായി തന്നെ ഇരിക്കുന്നതായി എനിക്ക് ബോധ്യമുണ്ടായിരുന്നു. അവസാനം മരണത്തിൻ്റെ ആജ്ഞേയമായ കാലടികൾ എൻ്റെ ഒപ്പം എത്തിക്കഴിഞ്ഞു ഞാൻ വിചാരിച്ചു. ഒരു അന്ത്യനിശ്വാസത്തോടെ ഞാൻ അബോധാവസ്ഥയിലേക്ക് വഴുതി വീഴാൻ പോകുകയായിരുന്നു. അപ്പോഴതാ ഞാൻ ഗർപ്പാർ റോഡ് മുറിയിൽ പത്മാസനത്തിൽ ഇരിക്കുന്നതായി ഞാൻ കണ്ടു. എനിക്ക് തിരിച്ചു കെട്ടിയ മാറത്ത് വെടിയുണ്ടത്തുള്ള വീഴ്ത്താത്ത എൻ്റെ ശരീരത്തെ ഞാൻ സന്തോഷത്തോടെ തഴുകുകയും നുള്ളുകയും ചെയ്തപ്പോൾ വികാരാധിക്യത്തിൻ്റെ കണ്ണീർ ധാരധാരയായി ഒഴുകി. ഞാൻ ജീവിച്ചിരിക്കുന്നുവെന്ന് സ്വയം ഉറപ്പുവരുത്താനായി ശ്വാസം എടുക്കുകയും വിടുകയും ചെയ്തുകൊണ്ട് ഞാൻ മുന്നോട്ടും പിന്നോട്ടും ആടി. ഈ ആത്മപ്രദർശനങ്ങൾക്കിടയിൽ എൻ്റെ ബോധം വീണ്ടും രക്തപങ്കിലമായ ആ കടൽപ്പുറത്തെ ശവശരീരത്തിലേക്ക് മാറ്റപ്പെട്ടതായി ഞാൻ അറിഞ്ഞു. കടുത്ത ആശയക്കുഴപ്പം എനിക്കുണ്ടായി. ഈശ്വര, ഞാൻ മരിച്ചുവോ അതോ ജീവിച്ചിരിക്കുന്നുവോ? ഞാൻ പ്രാർത്ഥിച്ചു. കണ്ണഞ്ചിപ്പിക്കുന്ന ഒരു പ്രകാശപൂരം ചക്രവാളങ്ങളിൽ കളിയാടി. മൃദുവായൊരു മുഴക്കത്തിൻ്റെ പ്രകമ്പനം വാക്കുകളായി രൂപാന്തരപ്പെട്ടു. ജീവൻ മരണങ്ങൾക്ക് പ്രകാശവുമായി എന്തു ബന്ധം? എൻ്റെ പ്രകാശത്തിൻ്റെ പ്രതിച്ഛായയിൽ ഞാൻ നിന്നെ സൃഷ്ടിച്ചു. ജീവിത മരണങ്ങളുടെ ആപേക്ഷികതകൾ പ്രപഞ്ച സ്വപ്നത്തിൻ്റെ ഭാഗമാണ്. നിന്റെ സ്വപ്നവിമുക്തമായ സത്തയെ ദർശിക്കൂ. ഉണരൂ എൻ്റെ കുഞ്ഞെ, ഉണരൂ. മനുഷ്യൻ്റെ നവോത്ഥാനത്തിൻ്റെ പടവുകളായി തക്ക സമയത്തും സ്ഥലത്തും തൻ്റെ സൃഷ്ടിയുടെ രഹസ്യങ്ങൾ കണ്ടുപിടിക്കാൻ ജഗതീശ്വരൻ ശാസ്ത്രജ്ഞന്മാർക്ക് പ്രചോദനം നൽകുന്നു. ദിവ്യമായ പ്രജ്ഞ നയിക്കുന്ന പ്രകാശം എന്ന ഒറ്റ ശക്തിയുടെ വൈവിധ്യമാർന്ന ബഹിർസ്ഫുരണങ്ങളാണ് പ്രപഞ്ചമെന്ന് മനസ്സിലാക്കാൻ പല പുതിയ കണ്ടുപിടുത്തങ്ങളും മനുഷ്യനെ സഹായിക്കുന്നു. ചലച്ചിത്രം, റേഡിയോ, ടെലിവിഷൻ, റഡാർ, ഫോട്ടോ ഇലക്ട്രോണിക്സിലെ അത്ഭുതകരമായ വൈദ്യുതാക്ഷി, ആണവ ഊർജത്തിൻ്റെ ഈ അത്ഭുതങ്ങളെല്ലാം തന്നെ പ്രകാശത്തിൻ്റെ വൈദ്യുതകാന്ത പ്രതിഭാസത്തെ ആധാരമാക്കിയിട്ടുള്ളവയാണ്. ചലച്ചിത്രകലയ്ക്ക് ഏത് അത്ഭുതവും ചിത്രീകരിക്കാം. സമാകർഷകമായ കാഴ്ചയുടെ കാര്യത്തിൽ ട്രിക്ക് ഫോട്ടോഗ്രഫിക്ക് അസാധ്യമായൊരു വിസ്മയവുമില്ല. തൻ്റെ സ്ഥൂല ശരീരത്തിൽ നിന്നുയരുന്ന ഒരു സുതാര്യമായ സൂക്ഷ്മ ശരീരവുമായി മനുഷ്യനെ കാട്ടാം. അയാൾക്ക് വെള്ളത്തിന് മീതെ നടക്കാം, മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിക്കാം, സംഭവ വികാസങ്ങളുടെ സ്വാഭാവികമായ പരമ്പരയെ നേരെ പിന്നാക്കം തിരിക്കാം, കാലദേശങ്ങളെ തകിടം മറിക്കാം. ഒരു യഥാർത്ഥ ആചാര്യൻ വാസ്തവത്തിലുള്ള പ്രകാശരശ്മികൾ കൊണ്ട്
ദൃശ്യാത്ഭുതങ്ങൾ കൈവരിക്കുന്നത് പോലെ ഫോട്ടോഗ്രഫിയിലെ ചിത്രങ്ങൾ തൻ്റെ ഇഷ്ടമനുസരിച്ച് ഒരു വിദഗ്ധനെ ഒത്തുചേർത്ത് വയ്ക്കാം. ചലച്ചിത്രങ്ങൾ അവയുടെ ജീവസുറ്റ പ്രതിച്ഛായകൾ കൊണ്ട് സൃഷ്ടിയെ സംബന്ധിക്കുന്ന നിരവധി സത്യങ്ങളെ സ്പഷ്ടമാക്കി തരുന്നു. പ്രപഞ്ച സംവിധായകൻ തൻ്റെ നാടകങ്ങൾ വിരചിച്ച് നൂറ്റാണ്ടുകളുടെ വർണ്ണപ്പകിട്ടേറിയ പൊതുപ്രദർശനങ്ങളിൽ പങ്കെടുക്കുന്നതിന് അസംഖ്യം നടീനടന്മാരെ വിളിച്ചു കൂട്ടുന്നു. അനന്തതയുടെ ഇരുണ്ട അണിയറയിൽ നിന്ന് അദ്ദേഹം തൻ്റെ പ്രകാശധാരകൾ അനുസ്യൂതമായി വരുന്ന യുഗങ്ങളുടെ ഫിലിമിലൂടെ കടത്തിവിട്ട് മഹാകാശത്തിൻ്റെ പശ്ചാത്തലത്തിൽ ചിത്രങ്ങൾ പതിപ്പിക്കുന്നു. നിഴലിൻ്റെയും വെളിച്ചത്തിൻ്റെയും സംയോഗം മാത്രമാണെങ്കിലും ചലച്ചിത്രത്തിലെ പ്രതിച്ഛായകൾ വാസ്തവമാണെന്നു തോന്നുന്നു. അതേപോലെ പ്രപഞ്ച വൈവിധ്യവും ഒരു മിഥ്യാദൃശ്യമാണ്. ഗ്രഹഗോളങ്ങൾ അവയിലെ എണ്ണമറ്റ ജീവരാശികളോടൊപ്പം ഈ വിശ്വചലച്ചിത്രത്തിലെ രൂപങ്ങളല്ലാതെ മറ്റൊന്നുമല്ല. മനുഷ്യൻ്റെ ഇന്ദ്രിയാനുഗതമായ ധാരണകൾക്കനുരൂപമായി താൽക്കാലികമായ ഈ ക്ഷണഭങ്കുര രംഗങ്ങൾ മനുഷ്യൻ്റെ ബോധതലത്തിൽ സൃഷ്ടിയുടെ അനന്തമായ പ്രകാശധാരകൾ നിപതിപ്പിക്കുന്നു. പ്രതിച്ഛായരഹിതമായൊരു പ്രകാശധാര നിമിത്തമാണ് തിരശ്ശീലയിലെ എല്ലാ രൂപങ്ങളും പ്രത്യക്ഷപ്പെടുന്നതെന്ന് സിനിമാ പ്രേക്ഷകർക്ക് മേലേക്ക് നോക്കി കാണാം. അതുപോലെ ശബ്ളാപമായ പ്രപഞ്ച നാടകം പ്രപഞ്ച സ്രോതസ്സിൻ്റെ ഒരൊറ്റ ശുഭ്രജ്യോതിസിൽ നിന്നാണ് ഉത്ഭൂതമാകുന്നത്. തൻ്റെ വിശ്വനാടകശാലയിൽ തൻ്റെ കുട്ടികളെ ഒരേ സമയം അഭിനേതാക്കളും പ്രേക്ഷകരുമാക്കിക്കൊണ്ട് അവരുടെ ആമോദത്തിനായി അവിശ്വസനീയമായ വൈഭവത്തോടെ ജഗദീശ്വരൻ ഈ അതിഗംഭീരമായ കലാപരിപാടികൾ അവതരിപ്പിക്കുന്നു. യൂറോപ്പിലെ പടക്കളങ്ങളെപ്പറ്റി ഒരു ന്യൂസ് റീൽ കാണാൻ ഒരു ദിവസം ഞാൻ സിനിമാശാലയിൽ കയറി. ഒന്നാം ലോക മഹായുദ്ധം പാശ്ചാത്യ ദേശങ്ങളിൽ അപ്പോഴും സംഹാര താണ്ഡവം ആടുകയായിരുന്നു. ന്യൂസ് റീൽ ആ കൂട്ടക്കൊല അത്ര വാസ്തവികതയോടെ അവതരിപ്പിച്ചതുകൊണ്ട് ഞാൻ വേദനിക്കുന്ന ഹൃദയത്തോടെയാണ് സിനിമാശാല വിട്ടത്. ഞാൻ പ്രാർത്ഥിച്ചു, ഈശ്വര, എന്തുകൊണ്ട് അങ്ങ് ഇത്തരം ദുരിതം അനുവദിക്കുന്നു? അതിയായ അത്ഭുതമുളവാക്കിക്കൊണ്ട് ഒരു ഉത്തരം എനിക്ക് തൽക്ഷണം ലഭിച്ചു. യൂറോപ്പിലെ യഥാർത്ഥ യുദ്ധരംഗങ്ങളുടെ രൂപത്തിൽ ഒരു ദർശനമായിരുന്നു അത്. മരിച്ചവരും മരിച്ചുകൊണ്ടിരിക്കുന്നവരും നിറഞ്ഞ ആ രംഗങ്ങൾ ന്യൂസ് റീലിൻ്റെ ചിത്രീകരണങ്ങളെ നിഷ്ഠൂരതയിൽ ഏറെ പിന്നിലാക്കിയിരുന്നു. സൂക്ഷിച്ചു നോക്കൂ, എൻ്റെ ആന്തരിക ബോധത്തോട് ഒരു ശാന്തമായ സ്വരം പറഞ്ഞു. ഇപ്പോൾ ഫ്രാൻസിൽ അരങ്ങേറുന്ന ഈ രംഗങ്ങൾ നിഴലും വെളിച്ചവും ചേർന്ന ഒരു വിളയാട്ടം മാത്രമാണെന്ന് നീ മനസ്സിലാക്കും. നീ ഇപ്പോൾ കണ്ട സിനിമ ന്യൂസ് റീലിൻ്റെ അത്ര തന്നെ യഥാർത്ഥവും അയഥാർത്ഥവുമായി വിശ്വചലച്ചിത്രങ്ങളാണ് അവ. ഒരു നാടകത്തിലെ അന്തർനാടകം. എൻ്റെ ഹൃദയം എന്നിട്ടും സാന്ത്വനപ്പെട്ടില്ല. ആ ദൈവീക സ്വരം തുടർന്നു. സൃഷ്ടി ഇരുളും വെളിച്ചവും രണ്ടുമാണ്, അല്ലെങ്കിൽ ചിത്രം സാധ്യമല്ല. മായയിലെ നന്മയുടെയും തിന്മയുടെയും ആധിപത്യം എപ്പോഴും ഇടവിട്ട് മാറിക്കൊണ്ടിരിക്കും. ഈ ലോകത്ത് നിരന്തരമായ സന്തുഷ്ടിയായിരുന്നുവെങ്കിൽ മനുഷ്യൻ മറ്റൊരു ലോകം ഇച്ഛിക്കുമോ? തൻ്റെ ശാശ്വത ഗേഹം താൻ വെടിഞ്ഞിരിക്കുകയാണെന്നോർക്കാൻ ദുരിതം കൂടാതെ അവൻ തീരെ കൂട്ടാക്കുകയില്ല. സ്മരണയ്ക്ക് ഒരു ഉത്തേജകമാണ് വേദന. രക്ഷാമാർഗം ജ്ഞാനത്തിലൂടെയാണ്. മരണത്തിൻ്റെ ദുരന്തം അയഥാർത്ഥമാണ്. അതോർത്ത് നടുങ്ങുന്നവർ ഉണ്ടയില്ലാത്ത വെടിയല്ലാതെ മറ്റൊന്നും ഏറ്റില്ല എങ്കിലും വേദിയിൽ ഭീതി കൊണ്ട് മരിച്ചു വീഴുന്ന അറിവുകെട്ട നടനെപ്പോലെയാണ്. എൻ്റെ പുത്രന്മാർ പ്രകാശത്തിൻ്റെ സന്തതികളാണ്. അവർ എക്കാലവും മിഥ്യാബോധത്തിൽ ഉറങ്ങിക്കിടക്കുകയില്ല. മായയെപ്പറ്റിയുള്ള വേദശാസ്ത്ര വിവരണങ്ങൾ ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു. എങ്കിലും അവ വ്യക്തിഗതമായ ദിവ്യദർശനങ്ങളോടും അവയോട് ചേർന്ന സാന്ത്വന വാക്കുകളോടുമൊപ്പം ലഭിച്ച അഗാധമായ ഉൾക്കാഴ്ച എനിക്ക് നൽകിയിരുന്നില്ല. സൃഷ്ടി വിശാലമായ ഒരു ചലച്ചിത്രമാണെന്നും അതിലല്ല അതിനപ്പുറത്താണ് തൻ്റെ യാഥാർത്ഥ്യം ഇരിക്കുന്നതെന്നും ആത്യന്തികമായി ബോധ്യം വന്നു കഴിയുമ്പോൾ ഒരുവൻ്റെ മൂല്യങ്ങൾ അഗാധമായ പരിവർത്തനത്തിന് വിധേയമാകുന്നു. ഈ അധ്യായം എഴുതിക്കഴിഞ്ഞ് എൻ്റെ കിടക്കയിൽ ഞാൻ പത്മാസനത്തിലിരുന്നു. പാതി മൂടിയ 2 വിളക്കുകൾ എൻ്റെ മുറിക്ക് മങ്ങിയ പ്രകാശം പകർന്നു. മഞ്ഞ നിറമുള്ള ചെറിയ പ്രകാശ ബിന്ദുക്കൾ മുറിയുടെ മേൽത്തട്ട് നിറയെ റേഡിയത്തിൻ്റെ പ്രഭയോടെ മിന്നുന്നത് ഞാൻ ദൃഷ്ടി ഉയർത്തി നോക്കിയപ്പോൾ കണ്ടു. സൂചിയഗ്ര സൂക്ഷ്മവും ലോലവുമായ അസംഖ്യം കിരണാവലികൾ വർഷപാതം പോലെ ഒത്തുകൂടി സുതാര്യമായൊരു ധാരയായി എൻ്റെ മേൽ നിശബ്ദമായി പൊഴിഞ്ഞു. തൽക്ഷണം എൻ്റെ ശരീരത്തിന് അതിൻ്റെ സ്ഥൂലാവസ്ഥ നഷ്ടപ്പെട്ടു. രൂപാന്തരം പ്രാപിച്ച് അത് സൂക്ഷ്മഘടന കൈക്കൊണ്ടു. ഭാരമില്ലാതായ എൻ്റെ ശരീരം കിടക്കിയെ തൊടാതെ അല്പം ഇടത്തോട്ടും വലത്തോട്ടും നീങ്ങിയപ്പോൾ
എനിക്ക് വായുവിൽ തങ്ങി നിൽക്കുന്ന ഒരു അനുഭൂതി ഉണ്ടായി. ഞാൻ മുറിയിൽ ചുറ്റും നോക്കി. സാധന സാമഗ്രികളും ഭിത്തിയും പതിവ് പോലെ തന്നെയായിരുന്നു. പക്ഷേ മേൽത്തട്ട് കാണാനാകാത്തവണ്ണം ആ ചെറിയ പ്രകാശബിന്ദുക്കൾ അത്ര പെരുകിയിരുന്നു. ഞാൻ അത്ഭുതാധീനനായി. ഇതാണ് വിശ്വചലച്ചിത്ര സംവിധാനം. ആ പ്രകാശത്തിനുള്ളിൽ നിന്നെന്നവണ്ണം ഒരു ശബ്ദം ഇങ്ങനെ പറഞ്ഞു: നിന്റെ വെളുത്ത കിടക്കവിരിയിൽ രശ്മികൾ ചുരിഞ്ഞുകൊണ്ട് അത് നിന്റെ ശരീരത്തിൻ്റെ ചിത്രം നിർമ്മിക്കുന്നു. നോക്കൂ, നിന്റെ രൂപം പ്രകാശമല്ലാതെ മറ്റൊന്നുമല്ല. ഞാൻ എൻ്റെ കൈകളിൽ നോക്കി. അവ പുറകോട്ടും മുന്നോട്ടും നീക്കി. എന്നിട്ടും അവയുടെ ഭാരം അനുഭവപ്പെട്ടില്ല. ഒരു ആനന്ദ നിർവൃതി എന്നിൽ നിറഞ്ഞു കവിഞ്ഞു. പ്രകാശത്തിൻ്റെ പ്രപഞ്ചകാണ്ഡം എൻ്റെ ശരീരമായി വിടർന്ന് ചലച്ചിത്രശാലയിലെ പ്രേക്ഷണമുറിയിൽ നിന്ന് ഒഴുകി തിരശീലയിൽ ചിത്രങ്ങൾ ആവിർഭവിപ്പിക്കുന്ന പ്രകാശധാരകളുടെ ദൈവികമായൊരു പുനരാവിഷ്കാരം പോലെ കാണപ്പെട്ടു. അരണ്ട വെളിച്ചത്തിൽ എൻ്റെ കിടക്കുമുറി എന്ന സിനിമാശാലയിൽ എൻ്റെ ശരീരത്തിൻ്റെ ചലച്ചിത്രത്തെ കുറേയേറെ നേരം ഞാൻ അനുഭവിച്ചറിഞ്ഞു. എനിക്ക് പല ദർശനങ്ങളും ഉണ്ടായിട്ടുണ്ടെങ്കിലും അവയൊന്നും ഇത്ര അസാധാരണമായിരുന്നില്ല. സ്ഥൂല ശരീരം എന്ന മിഥ്യ പൂർണ്ണമായി ഇല്ലാതാവുകയും എല്ലാ വസ്തുക്കളുടെയും അന്തസത്ത പ്രകാശമാണെന്നുള്ള തിരിച്ചറിവ് അഗാധമാവുകയും ചെയ്തപ്പോൾ ആ ജീവരേണുക്കളുടെ സ്പന്ദിക്കുന്ന പ്രവാഹത്തെ തല ഉയർത്തി നോക്കി പ്രാർത്ഥനാപൂർവം ഞാൻ പറഞ്ഞു: ദിവ്യജ്യോതിസേ, അഗ്നിജ്വാലയുടെ രഥത്തിൽ എലീച്ചയെ സ്വർഗത്തിലേക്ക് നയിച്ചതുപോലെ എൻ്റെ എളിയ ശരീരചിത്രത്തെ ദയവായി നിന്നിലേക്ക് പിൻവലിക്കൂ. ഈ പ്രാർത്ഥന സ്പഷ്ടമായും അമ്പരിപ്പിക്കുന്നതായിരുന്നിരിക്കണം. ആ പ്രകാശധാര അപ്രത്യക്ഷമായി. എൻ്റെ ശരീരം അതിൻ്റെ സാധാരണ ഭാരം വീണ്ടെടുത്ത് കിടക്കയിൽ അമർന്നു. മേൽത്തട്ടിലെ കണ്ണഞ്ചിപ്പിക്കുന്ന ദീപസമൂഹം മങ്ങിമറഞ്ഞു. ഈ ഭൂമി വിട്ടുപിരിയാനുള്ള എൻ്റെ സമയം സമാഗതമായില്ലായിരിക്കാം. പോരെങ്കിൽ, ദാർശനിക ബുദ്ധിയോടെ ഞാൻ വിചാരിച്ചു. എൻ്റെ അധിക പ്രസംഗത്തിൽ എലീജ ശരിക്കും അസന്തുഷ്ടനായിരിക്കാനും ഇടയുണ്ട്. നന്ദി, സ്നേഹം.